ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ 4th ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ കോളം ക്യാഷ് ബുക്കും അതുപോലെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് സിംഗിൾ കോളം നോക്കാം. അതിന്റെ ഫോർമാറ്റ് നമുക്കൊന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഫോർമാറ്റിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഹെഡിങ് അതിന് കൊടുക്കണം, ക്യാഷ് ബുക്ക് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ടേബിൾ വരയ്ക്കണം. ഇത് നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ആണ്. അപ്പൊ ഇതിന് ഫസ്റ്റ് ഇത് ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ഇത് ക്രെഡിറ്റ് സൈഡും ആണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെഡിങ്ങൾ എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ഡേറ്റ്, റെസിപ്റ്റ്, ലെഡ്ജർ ഫോളിയോ ആൻഡ് എമൗണ്ട്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഇതേ സെയിം പോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പേയ്മെന്റ്സ്, ലെഡ്ജർ ഫോളിയോ ആൻഡ് എമൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ക്യാഷ് ബുക്കിൽ നമുക്ക് തരുന്ന ട്രാൻസാക്ഷൻസിന്റെ റെസിപ്റ്റുകൾ, അതായത് ക്യാഷ് കമ്പനിയിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് ഡെബിറ്റും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് കമ്പനിയിലത്തെ ക്യാഷ് പോകുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് പേയ്മെന്റ് സൈഡിലും നമ്മൾ എന്തെങ്കിലും പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് അത്രയും പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പേയ്മെന്റ് സൈഡിൽ എഴുതണം. നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെബിറ്റിന് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്ലസ് എന്നുള്ള സിമ്പലും കൊടുക്കുക. ഈ ക്രെഡിറ്റിന്റെ ഇവിടെ നമ്മൾ നെഗറ്റീവ്സ് എന്താ പറയാ, മൈനസ് എന്നുള്ള സിമ്പലും കൊടുക്കുക. അപ്പൊ നമ്മൾ ക്യാഷിനെ കൂട്ടുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഡെബിറ്റും ചെയ്യണം. അതുപോലെ തന്നെ ലെസ് ചെയ്യുന്ന കുറയ്ക്കുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ ഈ പേയ്മെന്റ് സൈഡിൽ ക്രെഡിറ്റും വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊരു ട്രിക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലസും മൈനസ് ഇട്ട് കൊടുത്ത്. ക്യാഷിനെ കൂട്ടുന്നതാണെങ്കിൽ ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ക്യാഷിനെ കുറയ്ക്കുന്നതാണെങ്കിൽ ക്രെഡിറ്റ് സൈഡും. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രിപ്പയർ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓഫ് രൂപ ട്രേഡേഴ്സ്. ഇവിടെ കമ്പനിയുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 30,000 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിന്റെ ക്യാഷ് ബുക്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമ്മുടെ കയ്യിൽ ഇത്രയും ക്യാഷ് ഉണ്ട്, ഇതിൽ നിന്നാണ് നമുക്ക് റെസിപ്റ്റും പേയ്മെന്റും ഒക്കെ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റ് ആണ്, അപ്പൊ നമ്മളൊരു പ്ലസിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് പേയ്മെന്റ്സ് ആണ്, അപ്പൊ നെഗറ്റീവ് സിമ്പിൾ ആണ് കൊടുത്തത്. അപ്പൊ നമുക്ക് ആ സിമ്പിൾസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ നോക്കാം. അപ്പൊ ക്യാഷ് റിസീവ്ഡ് ഫ്രം അനു, നമുക്ക് റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ? നമുക്ക് ഇങ്ങോട്ട് കിട്ടിയെന്നല്ല പറഞ്ഞത്, റിസീവ് ആയി എന്നല്ല പറഞ്ഞത്. ഇവിടെ ക്യാഷ് റിസീവ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്യാഷ് ബുക്കിന് ഇത് കൂട്ടല്ലേ ചെയ്യുന്നത്, സോ നമുക്ക് ഇത് പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ നവംബർ 8 എന്ന് പറയുന്നത് ഇൻഷുറൻസ് പെയ്ഡ് 6,000 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താ, പേയ്മെന്റ് ആണ് ചെയ്തത്. നമ്മൾ ഇൻഷുറൻസ് അത്രയും പേ ചെയ്തു, 6,000 നമ്മൾ പേ ചെയ്തപ്പോൾ നമ്മുടെ ക്യാഷിൽ നിന്ന് അത്രയും കുറയാണ് ചെയ്തത്. സോ നമുക്കിവിടെ നെഗറ്റീവ് കൊടുക്കാം. നമുക്ക് പേയ്മെന്റ് ആണ്, അപ്പൊ നമ്മൾ നെഗറ്റീവ് കൊടുത്തു. ഇനി പർച്ചേസ്ഡ് ഫർണിച്ചർ 13,800. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ അങ്ങോട്ടല്ലേ പേ ചെയ്യുന്നത്. അപ്പൊ ഇത് പേയ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് അത്രയും കുറയാണ്. സോ നമ്മൾ ഇത് ഡിക്രീസ് ആണ്, നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യാണ് ചെയ്തത്, അപ്പൊ തന്നെ നമുക്ക് ഇങ്ങോട്ടാണ് ക്യാഷ് കിട്ടുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് പ്ലസ് ആണ് വരാം, നമുക്ക് റെസിപ്റ്റ് ആണ് ആവുന്നത്. നമ്മൾ ഗുഡ്സ് കൊടുക്കുന്നു, ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു, അപ്പൊ ഇത് പ്ലസ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനിൽ ഇൻ ക്യാഷ്, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ടല്ലേ പേയ്മെന്റ് ചെയ്യുന്നത്. സോ ഇത് പേയ്മെന്റ് ആണ്, അപ്പൊ നമ്മളിവിടെ നെഗറ്റീവ് സിമ്പിൾ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി എന്താ, പർച്ചേസ്ഡ് സ്റ്റേഷനറി, നമ്മൾ കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു 1,100-ന്. അപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. സോ നമ്മുടെ ക്യാഷ് അത്രയും കുറഞ്ഞു, സോ ഡിക്രീസ് ചെയ്യണം. ഓക്കെ, ക്യാഷ് പെയ്ഡ് ടു ബിമൽ 12,500. ഇതിലും നമ്മൾ പേയ്മെന്റ് ആണ്, ക്യാഷ് നമ്മൾ അത്രയും പേ ചെയ്യാന്നാണ് പറയുന്നത്. സോ ഇത് നമുക്ക് പേയ്മെന്റ് ആയതുകൊണ്ട് ക്യാഷ് അത്രയും കുറയുന്നു, സോ നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ സോൾഡ് ഗുഡ്സ് ടു കമൽ ഫോർ ക്യാഷ്, നമ്മൾ ഗുഡ്സ് കമലിന് വിറ്റു ഫോർ ക്യാഷ്, അപ്പൊ ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയില്ലേ. അപ്പൊ ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താ, പ്ലസ് ആണ്, നമുക്ക് ക്യാഷ് ഇങ്ങോട്ടാണ് കിട്ടിയത്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഇതൊരു കോൺട്രാ എൻട്രി ആണ്. നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് സൈഡിലും എഫക്ട് വരും. പക്ഷെ ഇപ്പൊ നമ്മൾ സിംഗിൾ കോൾ ആണ് ചെയ്യുന്നത്, സോ ക്യാഷിന്റെ ഭാഗം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാഷ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഇവിടുന്ന് അത്രയും ക്യാഷ് നമ്മളുടെ കുറയാണ് ചെയ്യുന്നത്. സോ
ഇതിന് നമ്മൾ നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾ പ്ലസും മൈനസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബുക്കിലോട്ട് വെറുതെ ഇങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കി, പ്ലസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലിടും, റെസിപ്റ്റ് സൈഡിലിടും. പിന്നെ നെഗറ്റീവ് ലെസ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പേയ്മെന്റ് സൈഡിലും ഇടും. ഇങ്ങനെ ട്രാൻസാക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നേരെ പോസ്റ്റ് ചെയ്യാം. നമുക്കിത് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം.